നമസ്കാരം. ഈ കിടന്ന് വിളിച്ചു കൂവുന്നത് ഡിവൈഎഫ്ഐ കോഴിക്കോട് മുക്കത്ത് നടന്ന പ്രതീകാത്മകമായിട്ട് ബസ് യാത്ര നടത്തിയ, പാകിസ്ഥാനിലേക്ക് ബസ് യാത്ര നടത്തിയതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ. പ്രതീകാത്മകമായി ഞങ്ങൾ ഈ RSSകാരെ പാകിസ്ഥാനിലേക്ക് അയപ്പിക്കുകയാണ്. ഇങ്ങോട്ട് പ്രതീകാത്മകമായി കാവി കൈലിയും വെള്ളച്ചട്ടും ധരിച്ച് RSSകാരെ പാകിസ്ഥാനിലേക്ക് യാത്ര അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപറ്റം യുവാക്കൾ നടത്തിയ അക്രമ സമര കോലാഹലങ്ങളാണ് 2017 ഫെബ്രുവരി 18 നടന്ന ഈ സംഭവം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ കാര്യം ഇവിടെ പറയാനുണ്ടായ ഒരു കാരണം, പാകിസ്ഥാൻ വിളി വേണ്ട എന്ന് ഒരു ജഡ്ജിക്ക് മുന്നറിയിപ്പ് നൽകി സുപ്രീം കോടതി. ഇന്ത്യയുടെ ഭാഗമായ ഒരു പ്രദേശത്തും പാകിസ്ഥാൻ എന്ന് വിളിക്കരുത്. ചീഫ് ജസ്റ്റിസ് DV ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നറിയിപ്പാണ് ഇത്. പറയാനുണ്ടായ കാര്യം, ബംഗളൂരിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച് ഒരു കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് V ശ്രീശാനന്ദയാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ഇത്തരം പരാമർശങ്ങൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരാണെന്നും വീണ്ടും വിചാരമില്ലാതെയുള്ള പരാമർശങ്ങളിൽ നിന്ന് ജഡ്ജിമാർ വിട്ടുനിൽക്കണമെന്നാണ് സുപ്രീം കോടതി ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയത്. സംഭവത്തിൽ സുപ്രീം കോടതി ഇത് സ്വമേധയാ കേസെടുത്തിരിക്കുകയായിരുന്നു. കാരണം ഇത് സുപ്രീം കോടതി ശ്രദ്ധയപ്പെടാൻ ജസ്റ്റിസ് ശ്രീശാനന്ദയെ നടത്തിയ പരാമർശത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ചതും ഒരു വിവാഹമോചന കേസിൻ്റെ ആവശ്യമായ വനിതാ അഭിഭാഷകയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതുമാണ് ഈ സമൂഹ മാധ്യമങ്ങൾ കൂടി പ്രചാരം നടത്തിയത്. സംഭവം വിവാദമായതിനെ തുടർന്നാണ് കോടതിയുടെ മുമ്പിൽ ജഡ്ജിക്ക് പരസ്യമായിട്ട്, തുറന്ന കോടതിയുടെ മുന്നിൽ പരസ്യമായിട്ട് ഒരു മാപ്പ് പറയേണ്ട സ്ഥിതിവിശേഷം ബംഗളൂരുള്ള ഒരു ജഡ്ജിക്ക് ഉണ്ടായത്. ഇത്തരത്തിൽ ഇത് പരസ്യമായിട്ട് ഈ ഡിവൈഎഫ്ഐക്കാരന്മാർ കാണിച്ചിരിക്കുന്ന 2017 പരസ്യമായിട്ട് ഇത്തരം ഒരു യാത്ര സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതുവരെ ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പരാതി കൊടുക്കാനോ ശ്രദ്ധയപ്പെടുത്താനോ ആരും തുനിഞ്ഞില്ല എന്നുള്ളത് തന്നെ ഒരു നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ മുക്കുകളെന്നും പാകിസ്ഥാൻ കോളനി എന്നും പാകിസ്ഥാൻ മാർക്കറ്റ് എന്നും ഒക്കെ പറഞ്ഞ് നിരവധി സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ആരാണ് നാമകരണം ചെയ്തതെന്നും നമുക്കറിയത്തില്ല. പണ്ട് തൊട്ടേ ആരെങ്കിലും വിളിച്ച് പോന്നിരുന്ന ആ സ്ഥലപ്പേരുകൾ അത്തരത്തിൽ അറിയപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരം അറിയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ വീണ്ടും അത് ഇപ്പോൾ അന്ന് അപമാനമാണോ അപഹാസ്യമാണോ അഭിമാനമായിരുന്നോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ആ പല പ്രദേശങ്ങളും അഭിമാനമായ മാറുന്ന ഒരു കാഴ്ചകളും കാണാൻ കഴിയുന്നു. ഇത്തരത്തിൽ ഈ സ്ഥലങ്ങൾ, കേരളത്തിലെ ഈ സ്ഥലങ്ങളിലെല്ലാം കൂടെ പേരുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇതെല്ലാം മാറ്റണം, അത്തരം ബോർഡുകൾ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എടുത്തു മാറ്റണമെന്നും പറഞ്ഞു കേരള സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആൻറ്റി ടെററിസത്തിൻ്റെ സൈബർ വിങ് ATCW. അത് കേരള പോലീസിനെയും അതേപോലെ കോടതിയെയും സമീപിച്ചുകൊണ്ട് ഇതെല്ലാം കേരളത്തിൽ നിന്നും ഏതൊക്കെ പ്രദേശങ്ങളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ ഇത് സ്ഥാപിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന രാജ്യത്തിൻ്റെ ദ്രോഹമാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ പേരിൽ സ്വന്തം രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളും അറിയപ്പെടുക, ആ സ്ഥലത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നത് ആരായാലും അത് നീതീകരിക്കാനാകത്തില്ല. ഒരു ജഡ്ജി തന്നെ അത്തരം ഒരു പരാമർശം നടത്തിയപ്പോൾ പരസ്യമായിട്ട് തുറന്ന കോടതിയിൽ മാപ്പ് പറയേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് സുപ്രീം കോടതി, നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിൻ്റെ ഡിവിഷൻ്റെ ബെഞ്ച്, 5 അംഗ ബെഞ്ചാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. ഇതെല്ലാം സമൂഹത്തിൽ നിന്നും ഇത്തരം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ പേര് വെച്ച് അറിയപ്പെടുന്നത് ഒരിക്കലും ഒരു അഭിമാനമായി കരുതണ്ട. ഈ ജഡ്ജിയാണ് പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടി വന്നത്. ഇന്നത്തെ മിക്ക പത്രമാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത വന്നെങ്കിലും നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതായിട്ട് ഭാവിച്ചത് പോലുമില്ല. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം പേരുകൾ നീക്കം ചെയ്യേണ്ട സമയങ്ങൾ അതിക്രമിച്ചു കഴിക്കുന്നു. പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് ഒരു നല്ലൊരു വാർത്തയായിട്ട് ഫ്രണ്ട് പേജിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചെങ്കിലും മറ്റേ ദൃശ്യമാധ്യമങ്ങളെല്ലാം പീഡനത്തിൻ്റെ പുറകെയും അവരെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളും അത്തരം കാര്യങ്ങളാണ് പോകുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളാണ് അത്തരം വാർത്തകളെടുത്ത് ആൾക്കാരെ കാണുവാൻ വേണ്ടി അവർക്ക് കൊഴുപ്പും തൊങ്ങലും വെച്ച് പല വാർത്തകളും പറയുന്നു കൊണ്ടിരുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ വെല്ലുന്ന കാഴ്ചകളാണ്
ഇപ്പോൾ പ്രമുഖ ചാനലുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ചാനലുകൾ തന്നെ നാളത്തെ വാർത്തയുടെ പരസ്യം ഇന്ന് ഇട്ടുകൊണ്ട് തന്നെ അവർ പരസ്യം കണ്ട് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി റേറ്റിംഗിൽ മുമ്പിലെത്താൻ വേണ്ടിയുള്ള പ്രവണതകളാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തകൾ ഭാരതത്തിൻ്റെ ഏത് ഭാഗത്താലും അന്യരാജ്യത്തിൻ്റെ പേര് വെച്ച് പ്രദർശിപ്പിക്കുന്നതും ആ രാജ്യത്തിൻ്റെ പേര് വെച്ച് അവിടെ ആഘോഷം നടത്തുന്ന ആ രാജ്യത്തിൻ്റെ പേര് തന്നെ ഉപയോഗിക്കുന്നതും കർശനമായിട്ട് രാജ്യത്തിന് അപമാനം തന്നെയാണ്. ആ പേരുകൾ നീക്കം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നന്ദി, നമസ്കാരം.